അപ്പം ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ, തിരുവനന്തപുരത്ത് പോയിട്ടുള്ള. കഴിഞ്ഞ വീഡിയോക്കകത്ത് എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കാനായിട്ട് പറ്റിയില്ല. നമ്മൾ ലുലു മാളിൽ പോയിരുന്നു അന്ന്. അപ്പോൾ അവിടെ വെച്ചെടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പം എല്ലാവരും ലുലു മാളിലൊക്കെ പോയി, തിരുവനന്തപുരത്തൊക്കെ ചെല്ലുമ്പോൾ ലുലു മാളിലൊക്കെ പോയി വീഡിയോ ഒക്കെ എടുത്തിരുന്നത് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചെന്നപ്പം ഞാൻ ആ വീഡിയോയിലൊക്കെ ഭയങ്കര തിരക്കുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ ചെന്നപ്പം തീരെ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഒരു 12 മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മൾ ചെന്നുകൊണ്ടാണോ എന്നറിയത്തില്ല, എന്തായാലും തീരെ തിരക്ക് കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ ഫ്ലോറിലും നമുക്ക് ഫ്രീ ആയിട്ട് നടന്ന് വീഡിയോ എടുക്കാനും കാണാനും ഒക്കെ പറ്റി. നമ്മൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിയൊന്നുമില്ല, കാരണം നമ്മൾ പരീക്ഷയ്ക്കൊക്കെ ആയിട്ട് പോയതുകൊണ്ട് പ്രത്യേകിച്ച് വാങ്ങാനുള്ള തയ്യാറെടുപ്പിലൊന്നും അല്ല നമ്മൾ പോയത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങിയൊന്നുമില്ല. ജസ്റ്റ് എല്ലാം ഒന്ന് കയറി കണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ചെയ്തത്. തന്നെയല്ല, എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര വിലയാണ്. നമ്മൾ വെറുതെ 1-2 കൂട്ടത്തിനൊക്കെ വില ചോദിച്ചു നോക്കി. അപ്പോൾ നമ്മുടെ സാധാ ഷോപ്പിൽ കിട്ടുന്നതിനേക്കാളൊക്കെ ഭയങ്കര വില കൂടുതലാണ്. പിന്നെ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളായതുകൊണ്ട് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട് എല്ലാത്തിനും. കൂടുതലും എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടതിൽ അധികവും ഡ്രസ്സിൻ്റെ ഷോപ്പുകൾ, ഡ്രസ്സ് ഉള്ള ഷോപ്പുകൾ, പിന്നെ ബാഗ്, ചെരുപ്പ്, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസിനൊക്കെയാന്ന് തോന്നുന്നു കൂടുതലും ഷോപ്പുകൾ അവിടെ ഉള്ളത്. പിന്നെ 3ാമത്തെ നിലയിലാണ് ഫുഡ് കോർട്ടൊക്കെ വരുന്നത്. അവിടെ ഹോട്ടലുകളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ ഹോട്ടലുകൾക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചതുപോലുള്ളൊരു തിരക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി അതെന്തെങ്കിലും പ്രത്യേക ഓഫറൊക്കെ ഉള്ളപ്പോഴാണോ അങ്ങനെ തിരക്കൊക്കെ ഉണ്ടാവുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ചെന്നപ്പോൾ എന്താണേലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തൂടെയും നടന്ന് നല്ല ക്ലിയറായിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ നല്ല സൗകര്യങ്ങളായിരുന്നു കേട്ടോ. കിഡ്സിൻ്റെയൊക്കെ നല്ല അടിപൊളി കളക്ഷനുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അതുവഴി എല്ലാം കയറി നടന്ന് വീഡിയോ ഒക്കെ പിടിച്ച് ഉണ്ടോ. ഇവിടെ ഇപ്പോൾ ഒരു മനുഷ്യരെ പോലും കാണാനില്ല, ആരും ഇല്ലായിരുന്നു ഇവിടെയൊന്നും. ബാഗിൻ്റെയൊക്കെ കളക്ഷനൊക്കെ കുറേ നോക്കി ഞങ്ങൾ എടുത്ത് നോക്കിയിട്ടോ. പക്ഷേ എല്ലാം നല്ല വിലയുള്ളതാണ്. അതുകൊണ്ട് നമ്മളൊന്നും എടുത്തില്ല, എല്ലാം കണ്ടിട്ട് തിരിച്ചു പോയിരുന്നു. അത് ഞങ്ങൾ വെറുതെ ബസ്സിൻ്റെ സമയമാകാത്തതുകൊണ്ട് സമയം പോകാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പം കയറിയപ്പോൾ അങ്ങനെ വീഡിയോയും കൂടെ എടുത്തു എന്നുള്ളത്. മുകളിലത്തെ നിലയെല്ലാം ഫുഡ് കോർട്ടാണ്. ഇവിടെ നമുക്ക് ഭക്ഷണമൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ച് കഴിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഫുഡ് കോർട്ടിൻ്റെ അടുത്തായിട്ട് തന്നെ കേട്ടോ നമുക്കൊരു പ്ലേ ഏരിയ വരുന്നുണ്ട്. അവിടെ നമ്മുടെ ഈ ഫെസ്റ്റിലൊക്കെ വരുന്ന പോലെയുള്ള എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. ഞങ്ങൾ കണ്ടു കേട്ടോ. കണ്ടോ, കുറേ കൊച്ചു കുട്ടികളുടെ ഉണ്ട്, വലിയവർക്ക് പറ്റുന്നതും എല്ലാ സൈസ് എല്ലാ രീതിയിലുള്ളതും ഉണ്ട്. ഗെയിമുകളും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നല്ല അടിപൊളിയാണ്. എനിക്ക് അവിടെ ചെന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ഇതായിരുന്നു കേട്ടോ. ഭയങ്കര വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു. അപ്പം നമ്മളൊരു കുട്ടികളെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫുൾ എൻജോയ്മെൻറ്റിനുള്ള എല്ലാ സെറ്റപ്പും അവിടെ ഉണ്ട്. ഭയങ്കര DJ പാട്ടും ലൈറ്റും അതുപോലുള്ള ഗെയിമുകളും ഒക്കെ ആയിട്ട് സമയം പോകാനായിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതെല്ലാം. കുറേ നേരം അവിടെ നിന്ന്, കാരണം അതിലിങ്ങനെ റോപ്പിലൂടെയൊക്കെയുള്ള ഇതും അങ്ങനെയൊക്കെയുള്ള എല്ലാം വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് കൊച്ചു കുട്ടികൾക്ക് പറ്റുന്നതും കുറച്ചും കൂടി വലിയ പിള്ളേർക്ക് വെച്ചാൽ കാറൊക്കെ ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ കാറിൻ്റെയൊക്കെ ഇതൊക്കെ നമ്മുടെ പിള്ളേർക്കൊക്കെ പറ്റുന്ന ഗെയിമുകളാണ് അതെല്ലാം. അപ്പോൾ അതൊക്കെ കുട്ടികളെ കൊണ്ടൊക്കെ പോകുമ്പം അവർക്കൊരു ബോറടി മാറാനൊക്കെയുള്ള ഒരു നല്ലൊരു സെറ്റപ്പായിട്ട് എനിക്ക് തോന്നി. ഒരുപാട് ഗെയിമുകളുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഒന്നും റേറ്റ് എന്നൊന്നും നമുക്ക് അറിയത്തില്ല. നമ്മളതൊന്നും ചോദിച്ചില്ല, കാരണം ഓരോ ഇടത്തും കയറുന്നിടത്ത് എൻട്രൻസിൻ്റെ അവിടെ ഇങ്ങനെ ആളിരിപ്പുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കാർഡോ അല്ലെങ്കിൽ ക്യാഷോ ഒക്കെ അടയ്ക്കുമ്പോഴാണ് അവർ നമുക്ക് അതിനകത്തോട്ട് കയറ്റി വിടുന്നത്. അപ്പോൾ അതിനൊക്കെ പ്രത്യേക റേറ്റ് ആയിരിക്കും എന്നാലും. പക്ഷേ കൊള്ളാം, നല്ല രസമുണ്ട് സംഭവം, എല്ലാം അടിപൊളിയാണ്. വലിയവർക്കും പറ്റും, വലിയവർക്കുള്ള ഗെയിമുകളും ഒക്കെ ഉണ്ട് അവിടെ കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ ഇനി പിന്നെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് ബസ്സിൻ്റെ ഉള്ള സമയമായതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് പിന്നെ ദൂരോട്ട് അപ്പുറത്തോട്ടൊന്നും നടക്കാനായിട്ട് പോയില്ല. പിന്നെയും ഒരുപാട് നടന്ന് കാണാനുള്ളതൊക്കെ ഉണ്ട്. ഇത്രയൊക്കെ കൊണ്ട് നമ്മൾ നിർത്തി. ഈ